വൺ ഓഫ് ദ മോസ്റ്റ് ഭയങ്കര ബഹളമായിരുന്നു. ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം. സ്പാൾഡിങ്ങിൽ നിന്ന് വന്നിരിക്കുന്ന സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ പോലെ വനിതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. രണ്ട് കൈ കൊണ്ടും സേമി ഇളക്കാണ്. ഡെന്റൽ പ്രാക്ടീസ് എന്നാ പറയുന്നത്. എന്താണ് തിരുവാതിര? അതിന് ബ്ലൗസ് ഇല്ല. ഞാനങ്ങനെ ആരുടെ പെപ്പിളാണ് കുറെ പാടില്ല. കാവ്യ എന്റെ അടുത്ത് കുറെ പോകാം. ചുവദോഷം ജാതകദോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത് ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഓണവിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് കുറച്ച് വൈകി പോയി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം ഈ ഓണം, ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നത് എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ഓണം സെലിബ്രേഷൻസ് ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ലൊരു ഓണമായിരുന്നു. നമ്മൾ ഫ്രണ്ട്സും കൊളീഗ്സും എല്ലാവരുമായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ചു. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. തലേ ദിവസം ഫ്രണ്ട്സ് എല്ലാവരും കൂടി എൻ്റെ ഫ്ലാറ്റിൽ വന്നു. ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ തിരുവാതിര ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ആയിരുന്നു. അതേപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് ഒക്കെ സെറ്റാക്കി വെച്ചു, സദ്യക്ക് വേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടി തലേ ദിവസം ഇവിടെ അടിപൊളിയായിരുന്നു. ഭയങ്കര ബഹളമായിരുന്നു, നല്ല രസമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ഡേയ്സിലേക്കൊക്കെ തിരിച്ചു പോയതുപോലെയൊക്കെ തോന്നി. ശീതളും ഏഞ്ചലും വേദിയിൽ അവതരിപ്പിക്കുന്ന നാട്യനൃത്തം തുടങ്ങിയ നാട്യനൃത്ത കലാകാരികൾക്ക് സ്വാഗതം. എല്ലാവരും ഒരു കൈയടിച്ചെടുത്ത് പാട്ടൊക്കെ. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം. സുജിത്തും അതേപോലെ തന്നെ മൈക്കിങ് തന്നെ സുജിത്തും സച്ചുവും ഇതാ ഓണത്തിനിടയ്ക്ക് പൂട്ടുകച്ചവടം നടത്തുകയാണ് ഗായ്സ്. നടു റോഡിൽ നിന്ന് ഷട്ടിൽ കളിക്കുകയാണ്. ഇത് നമ്മുടെ ഉടലിൽ കൂടെ പോകുന്ന നടു റോഡാണ്. പാതിരാത്രിയുടെ വണ്ടിയൊന്നും ഇല്ലാത്തവർ അമ്മാരുന്ന് നോക്കേ കുടിച്ച് പറ്റില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഗായ്സ്. മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ ഹലോ. സ്പാൾഡിങ്ങിൽ നിന്ന് വന്നിരിക്കുന്ന സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ ഹലോ ഹലോ. സുജിത്ത് എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിടേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇത് വനീത്, ഹീസ് ഫ്രം പഞ്ചാബ്. ഇത് റീസെന്റ് ഞങ്ങളുടെ ഡെന്റൽ പ്രാക്ടീസിൽ ജോയിൻ ചെയ്ത ആളാണ്. അപ്പൊ ഞങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വനീതിനെയും അതുപോലെ വനീതിന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. ഇതല്ല കേട്ടോ, ഇത് ശീതളേച്ചി. ഇത് എന്റെ ചങ്ക്. ഞങ്ങൾ കോളേജ് മുതലേ ഒരുമിച്ചാണ് ശീതളേച്ചി ഞാനും. ഇതാണ് രജനീഷ്, വനീതിന്റെ കൂടെ വന്ന പയ്യൻ. ഇത് നമ്മുടെ സ്വന്തം അമിത് ബാബു. ശീതളേച്ചിയും ഞാനും ഏഞ്ചലും ഒരുമിച്ച് ഒരു കോളേജിൽ പഠിച്ചാണ് കേട്ടോ. ഇവിടാണ് ഏഞ്ചൽ അന്നക്കോശി. ഞങ്ങൾ 3 പേരും അതുപോലെ തന്നെ ഇവിടെ UK ഒരുമിച്ച് ഒരേ ഡെന്റൽ പ്രാക്ടീസിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് സത്യം പറഞ്ഞ ഒരു ലക്കാണ് കേട്ടോ. ഞങ്ങൾ കോളേജ് ഡേയ്സിലേക്കൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഞാനും ആബയും കൂടെ തകർത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആബേനെ സച്ചുവിനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എന്റെ ഒട്ടുമിക്ക എല്ലാ വ്ളോഗ്സിലും സച്ചു ഉണ്ട്, ആബയുണ്ട്. പിന്നെ വേറെ നമ്മുടെ ഫ്രണ്ട്സ് ദിവ്യ, സുറുമി, സുജിത്ത്, മെറിൻ, രോഹിത്, അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തലേ ദിവസം കഴിക്കാനായിട്ട് മന്തി, എന്റെ പേരിലോട്ട് കാവ്യ എത്രയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. മന്തി അവന്മാരെല്ലാരും കഴിച്ചു, ഞങ്ങളെല്ലാരും കഴിക്കാൻ പോവാണ്. വായിച്ച് നമുക്കിരിക്കാം. അങ്ങനെ തലേ ദിവസത്തെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഫുഡും ഒക്കെ അടിച്ച് എല്ലാവരും പിരിഞ്ഞ് ഇനി രാവിലെ എണീറ്റ് സദ്യയുടെ പ്രിപ്പറേഷൻ തുടങ്ങണം. ശീതളേച്ചി ഇവിടെ രാവിലെ കുമ്പിടിയായിട്ട് 2 കൈ കൊണ്ടും സേമിയ ഇളക്കാണ്. 2 പാത്രത്തിൽ സേമിയ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഓണം ആഘോഷിക്കാനായിട്ട്. ഞങ്ങളുടെ കൊളീഗ്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ഹോള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഓണാഘോഷങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ ഡെന്റൽ പ്രാക്ടീസിന്റെ ഇവിടെ ഡെന്റൽ പ്രാക്ടീസ് എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഡെന്റൽ ക്ലിനിക് എന്ന് പറയും, ഇവിടെ ഡെന്റൽ പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രാക്ടീസിന്റെ ഓണർ ഡോക്ടർ പാം മാമിനെ ആയിരുന്നു നമ്മൾ മെയിനായിട്ട് പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചിരുന്നത്. ഇനാഗുറേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഭദ്രദീപം കൊളുത്തി നമ്മുടെ ഈ ഒരു പരിപാടി ചെറുതായിട്ടൊന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പോൾ മാമിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനു പകരം നമ്മുടെ സീനിയർ ഡോക്ടർ ബിനു, അതുപോലെ ഡോക്ടർ ലോറിൻ, പിന്നെ നമ്മുടെ പ്രാക്ടീസിന്റെ എല്ലാ ഹെഡ് നേഴ്സ് ക്യാദറിൻ എല്ലാവരോട് ചേർന്ന് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് കളറാക്കി.
which we call Tiruvadira, which is usually for ഞങ്ങളുടെ തിരുവാതിര കളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബിനു ഡോക്ടർ ഇവർക്ക് എല്ലാവർക്കും എന്താണ് തിരുവാതിര എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ തിരുവാതിരയെ കുറിച്ചൊരു ഇൻട്രോയ്ക്ക് ശേഷം ഞങ്ങളുടെ തിരുവാതിര വരുന്നതായിരിക്കും. ഗൈസ്, ഞാൻ തിരുവാതിരയുടെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഡാൻസിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പം കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൽ കയറി കാണാം. ഇതിൽ കോപ്പിറൈറ്റ് വരും എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നമുള്ളത് കാരണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഗൈസ്, നമ്മളപ്പോ ഇവിടെ എല്ലാവർക്കും സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ നിരത്തി ഇരുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സദ്യ വിളമ്പുവാണ്. നമ്മുടെ സുന്ദരിക്കുട്ടി മാഷെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. മാഷയുടെ അമ്മ നടാശേനെ കണ്ടോ, ഞങ്ങൾ സാരിയൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ഹാഫ് സാരി ഇരിപ്പുണ്ടായിരുന്നു, അതിന് ബ്ലൗസ് ഇല്ലായിരുന്നു. പക്ഷെ അവളൊരു സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മാഷയും കേരള ഡ്രസ്സിലാണ്. ഞാനങ്ങനെ ആരുടെ പെപ്പിളാണ് കുറെ പാടില്ല. ഇവരെല്ലാരും തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നത്. അയ്യോ, എന്തോ കാവ്യ എൻ്റെ അടുത്ത് പറഞ്ഞ് കുറെ പോകാൻ ഫോണിൽ പിടിച്ചോണ്ട്. ഇവിടെ തന്നെ സൂം ചെയ്യല്ലോ. എന്റെ വീഡിയോഗ്രാഫറായിട്ട് ഞാൻ ഒരുത്തനെ പണി ഏൽപ്പിച്ചിട്ട് അവൻ അവിടെ ദൂരെ മാറിന്ന് സൂം ചെയ്ത് കളിക്കുമായിരുന്നു ഗൈസ്. അത് കാരണം മര്യാദയ്ക്കൊന്നും വീഡിയോ കിട്ടിയില്ല. അമിത്തിനെയാണ് ഞാൻ പണി ഏൽപ്പിച്ചത്. വീഡിയോ ഒന്നും ഞാൻ പിടിച്ചില്ല ഗൈസ്. സത്യമോ? അമിത് സുന്ദരനായ ചെറുപ്പക്കാരൻ പെൺകുട്ടികളെ നോക്കുന്നു. ചുവദോഷം, ജാതകദോഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെ കൊളീഗ്സിനൊക്കെ സദ്യയൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങളുടെ ഹാളിൻ്റെ ബാക്കിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഒരു യാർഡ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട്സും വീഡിയോ ഷൂട്ടും ഒക്കെ നടത്തി. ഇനി ഞങ്ങൾ ഗെയിംസിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ.
ഗെയിംസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കസേരകളി, കാർഡ് വെച്ചിട്ടുള്ള തമ്പോല എന്ന് പറഞ്ഞ ഗെയിം. പക്ഷെ ഇതിലൊക്കെ എനിക്ക് ഏറ്റവും ഫണ്ണി ആയിട്ട് തോന്നിയത് പോളോ ഗെയിം ആയിരുന്നു കേട്ടോ. അത് നമുക്ക് കാണാവേ. എന്താ ഈ കാണുന്ന പോലെ പോളോ ഒരാൾ ആളുടെ സ്ട്രോയിൽ നിന്നും മറ്റൊരാളുടെ സ്ട്രോയിലേക്ക് കറക്റ്റായിട്ട് ഇടണം. അങ്ങനെ 5 എണ്ണം ഒരു ടൈം ലിമിറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. ആ ടൈം ലിമിറ്റിനുള്ളിൽ 5 പോളോ ഏറ്റവും ആദ്യം ഇടുന്ന ആൾക്കാണ് പ്രൈസ് ഉള്ളത്. So Lauren is the winner. Second, Sheetal. Third ഉണ്ടോ? Second, Come on. You can do it. you will not be given no more bonus. So please. No, I'm done. We are done. Only two. നിങ്ങൾ നിർത്തിയോ? ബാക്കിയൊക്കെ പോയി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ വാല് അതോടൊപ്പം കിട്ടും. ഇല്ല. ഒരെടുത്തോ? Okay. That's the straw. Kavya, don't touch. എല്ലാ വിന്നേഴ്സിനും ഞങ്ങൾ പ്രൈസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോളോ ഗെയിമിൽ വിജയകരമായി തോറ്റ ഞാൻ കസേരകളിയിൽ സെക്കൻഡ് പ്രൈസ് നേടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് രജനീഷ് കൊണ്ടുപോയി. അങ്ങനെ പ്രൈസൊക്കെ മേടിച്ച് ഗെയിമൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കിയ ഓണസദ്യ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത്രയും വിഭവങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹാളൊക്കെ നല്ല വൃത്തിയാക്കി അടിപൊളിയാക്കി കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി ഓരോരുത്തരൊക്കെ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതായിരുന്നു കേട്ടോ നമ്മുടെ കിച്ചൺ. ഇത് ബിനു ഡോക്ടറുടെ വൈഫ് മിജി ഡോക്ടർ. ഇതായിരുന്നു നമ്മുടെ കിച്ചൺ ആ ഹോളിലുണ്ടായിരുന്നത്. നമ്മൾ ഇവിടെ വെച്ചിട്ടല്ല ആക്ച്വലി കുക്ക് ചെയ്തത്. സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇത് ഇതിൻ്റെ ബാക്കിലുള്ള ആ യാർഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഈ യാർഡിൽ വന്നിട്ട് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തർ നിൽക്കുവാണ് ഇങ്ങനെ. അങ്ങനെ ഗെയിം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു കേട്ടോ. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ് പാതിരാത്രി 1:30-2 മണിയായിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, വീണ്ടും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.
ബൈ, ടേക്ക് കെയർ.